ഹലോ, ഒരുപാട് പേര് ചോദിച്ച ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ വെയിലേറ്റിട്ട് വന്ന കരിവാളിപ്പ് മാറാൻ എന്താ ചെയ്യേണ്ടത്, സൺ ടാൻ മാറാൻ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും നല്ല ഫേസ് പാക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ആ ഒരു വീഡിയോക്ക്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ, ഈ വെയിലേറ്റ് വന്ന കരിവാളിപ്പ് മാറാൻ മാത്രമല്ല, നമ്മുടെ മുഖം എപ്പോഴും നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അതിന് വേണ്ടത് 1 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾ പുട്ടിൻ്റെ ആ ഒരു തരിതരിപ്പുള്ള പൊടി എടുക്കരുത്, നല്ല ഫൈനായിട്ടുള്ള പൗഡേർഡ് ആയിട്ടുള്ള പൊടി എടുക്കണം, തരിതരിപ്പ് ഒട്ടും ഉണ്ടാവരുത്. അതേപോലെ കോഫി പൗഡർ, ബ്രൂ കോഫി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് ബ്രൂ കോഫിക്കായിരിക്കും. അല്ല, ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളാണെങ്കിൽ 1/4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളടുത്ത് കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ കറികളിലിടുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി, അതായത് കമ്പനി പൗഡറുകൾ, ടേമറിക് പൗഡർ, കമ്പനി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യരുത്. അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ബോധം വേണം. അപ്പോൾ 2 മഞ്ഞൾപ്പൊടി, അതായത് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരാണ്. തൈരില്ലാത്തവർക്ക് പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഇത് മിക്സ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തൈരിലാണ് കിട്ടുക. അത് ഞാൻ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു സ്കിന്ന് എന്ന് പറയുന്നത്, ഞാൻ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്, അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം തൈര് പറ്റും. ഡ്രൈ സ്കിന്നുള്ളവർക്കെല്ലാം തൈര് പറ്റും. ഓയിലി സ്കിന്നുള്ളവർക്ക് തൈരിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആകുക റോസ് വാട്ടർ ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം, അതായത് ഒരു 4-5 തുള്ളി ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, ചെറുനാരങ്ങ നീര് ഫേസിന് മോശമല്ലേ? ആണ്, ഫേസിന് കേടാണ്. ചെറുനാരങ്ങ ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് ഇട്ടാൽ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആകുക മാത്രമല്ല, ഒരു ബേണിങ് സെൻസേഷൻ കൂടി നമ്മളെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കുകളിലോ അല്ലെങ്കിൽ സെറം ഉണ്ടാക്കുമ്പോൾ, ക്രീം ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരു 2-3 തുള്ളി ഇറ്റിച്ച് മിക്സ് ചെയ്ത് തേക്കുന്നത് ഗുണം തന്നെയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. അതല്ല, ഡയറക്റ്റ് നമ്മൾ ഈ ചെറുനാരങ്ങ മുറിച്ച് ആ തൊലി ഇങ്ങനെ സ്ക്രബ് ചെയ്യുക, മുഖം സ്ക്രബ് ചെയ്യുക, അപ്പം നല്ല നിറം വരും എന്നെല്ലാം പറയുന്നത് ഭയങ്കര വിഡിത്തരാണ്. അത് നിറക്കെ വരും, പക്ഷേ സ്കിന്ന് ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസായി പോകണ്ട, ഭയങ്കര ടൈറ്റായി പോകണ്ട. നമ്മൾ ഫേസിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് അത് ഫേസിൽ ഇങ്ങനെ ബൈൻഡായിട്ട് നിൽക്കണം. ആ ഒരു രീതിക്കുള്ള കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ എടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം നന്നായിട്ടൊന്ന് കഴുകുക. ഫസ്റ്റ് മുഖം കഴുകി തുടച്ചെടുത്തതിന് ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുഖം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് ഒരു മസാജ് നിങ്ങൾ കൊടുക്കണം. വെറുതെ വാരി തേച്ച് വറ്റിച്ച് പോയിട്ട് കഴുകി കളയാൻ പാടില്ല. നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആവാനുള്ള സമയം നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി സമയം ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം മാത്രം ഇത് കഴുകിക്കളയുക. അപ്പോൾ നമ്മളിത് കഴുകിയെടുക്കുന്ന സമയത്ത് വെറുതെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ച് കഴുകിയെടുക്കാൻ പാടില്ല. നിങ്ങളിത് കഴുകിയെടുക്കുന്ന സമയത്ത് പിന്നെ മസാജ് കൊടുത്തിട്ട് തന്നെ മെല്ലെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെല്ലെ ഫേസിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു അടിപൊളി ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെയിലത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ ഒരു ഫേസ് പാക്കെല്ലാം ചെയ്യുന്നത് മുഖത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിലേറ്റിട്ട് വന്ന കരിവാളിപ്പ് മാറാനും മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി ഒരു 2 പ്രാവശ്യം ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഫേസ് പാക്ക് കുറച്ച് കൂടുതലെല്ലാം ആക്കി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം അത് യൂസ് ചെയ്യാം. 2-3 ദിവസം ഒന്ന് യൂസ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ. 1 പ്രാവശ്യം ഉള്ളത് 2 പ്രാവശ്യം എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.